അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. അപ്പം ചിലവർക്ക് കടങ്ങൾ വീടാനായിരിക്കും ആഗ്രഹം, ചിലവർക്ക് ബിസിനസ്സിൽ നല്ല ഉയർച്ച കിട്ടാനായിരിക്കും ആഗ്രഹം, ചിലർക്ക് വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർന്ന മാർക്കുകൾ കിട്ടാനായിരിക്കാം, ചിലർക്ക് നല്ലൊരു ജോലി കിട്ടാനായിരിക്കാം. അങ്ങനെ പല പല ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഗർഭിണിയാകാൻ, വിവാഹം പെട്ടെന്ന് ശരിയാകാൻ, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്കൊക്കെ. നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ബിസ്മി ചൊല്ലുക എന്നത്. അതെ, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലുക. ഇങ്ങനെ ചൊല്ലുന്നതിലൂടെ അള്ളാഹു താല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ്. അത് ഒരു ബിസ്മി അല്ല നമ്മൾ ചൊല്ലേണ്ടത്, 12,000 ബിസ്മി ചൊല്ലണം. അപ്പം അത് എങ്ങനെയാണ്, എപ്പോഴാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എങ്ങനെ ദുആ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ ബിസ്മി ചൊല്ലാൻ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വെള്ളിയാഴ്ചകളിൽ ഇത് തുടങ്ങുന്നതാണ്. എല്ലാ ദിവസവും നമുക്ക് തുടങ്ങാം, പക്ഷേ വെള്ളിയാഴ്ചകളിൽ തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ആദ്യം നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുക, സുന്നത്ത് നമസ്കരിക്കുക. നമസ്കരിക്കണം എന്ന് നമുക്ക് ഇവിടെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതാണ് ഒന്നുകൂടെ നല്ലത്. 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് നിയത്ത് വെക്കുക. നമ്മളെ ആഗ്രഹം എന്താണോ, ഈ 12,000 ബിസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ആ ആഗ്രഹത്തെ നീ സഫലീകരിച്ച് തരണേ എന്നുള്ളൊരു നിയത്ത് വെക്കുക. അതിനുശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചുരുങ്ങിയത് ഒരു 10 തവണ ചൊല്ലുക. അതിനുശേഷം 1000 ബിസ്മി ചൊല്ലുക. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുക, ദുആ ചെയ്യുക. വീണ്ടും ഇങ്ങനെ 10 സ്വലാത്ത്, 1000 ബിസ്മി, 10 സ്വലാത്ത്, ദുആ ചെയ്യുക. ഇതിങ്ങനെ 12,000 ബിസ്മി ആവുന്ന വരെ 1000 സ്വലാത്ത് കൂടുമ്പോൾ അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ചെയ്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് നന്നായിട്ട് ദുആ ചെയ്യുക. ഒരുപാട് ആഗ്രഹങ്ങൾ ഒന്നിച്ച് പറഞ്ഞ് ദുആ ചെയ്യുന്നതിലേറെ നല്ലത് ഒരാഗ്രഹം പറഞ്ഞിട്ട് നന്നായിട്ട് ദുആ ചെയ്യുക. ഒരുപാട് ആഗ്രഹങ്ങൾ ഒന്നിച്ച് സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല വലിയവനാണ്. പക്ഷെ എന്നാലും ഒന്നുകൂടെ നല്ലത് നമ്മുടെ ഒരു ആഗ്രഹം നന്നായിട്ട് പറഞ്ഞ് ദുആ ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരിലും കണ്ടിട്ടുണ്ട്, നന്നായിട്ട് ദിക്ർ ചൊല്ലുന്നവരായിരിക്കും, നന്നായിട്ട് സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും. പക്ഷേ ഒരു കയ്യിൽ ദിക്ർ ചൊല്ലുമ്പോൾ അപ്പുറത്തെ കയ്യിൽ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടായിരിക്കും അവർ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലുന്നത്. അപ്പം അങ്ങനെ അല്ലാണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ചോദിക്കുക, ആത്മാർത്ഥമായിട്ട് തന്നെ 12,000 ബിസ്മി ചൊല്ലി തീർക്കുക. പിന്നെ പലർക്കും ഒരു സംശയമാണ്, ഈ 12,000 ബിസ്മി ഒറ്റ ഇരുപ്പിൽ ചൊല്ലണോ അതോ പതുക്കെ പതുക്കെ ചൊല്ലി തീർത്താൽ മതിയോ എന്നുള്ളത്. 12,000 ബിസ്മി നമുക്ക് ഒറ്റ ഇരുപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചൊല്ലാം. അതല്ല, നമുക്ക് പതുക്കെ പതുക്കെ ചൊല്ലാനേ സാധിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസം വെച്ചിട്ട് ഇപ്പോൾ 3 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ അങ്ങനെ പതുക്കെ പതുക്കെ ചൊല്ലി തീർത്താലും മതി. ഒറ്റ ഇരുപ്പിൽ ചൊല്ലുകയാണ് ഒന്നുകൂടെ ഉത്തമം. പക്ഷേ നമുക്ക് പതുക്കെ ചൊല്ലി തീർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഫലം കിട്ടുന്നതായിരിക്കും. ഒരു തവണ നമ്മളിത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫലം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് വീണ്ടും ചോദിക്കാതിരിക്കരുത്. നമുക്ക് ഫലം കിട്ടുവോളം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് എന്തായാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. എല്ലാവരുടെയും ഹലാലായ ആഗ്രഹം അള്ളാഹു തആല സാധിപ്പിച്ച് തരട്ടെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.